റേഷൻ വിതരണ മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിച്ചില്ലെങ്കിൽ നാളെ മുതൽ കടയടച്ച് സമരം ചെയ്യുമെന്ന് റേഷൻ വ്യാപാരികൾ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മന്ത്രി GR അനിലിന് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി കത്തയച്ചു. പോസ്റ്റ് മെഷീന്റെ തകരാർ ഉൾപ്പെടെ പരിഹരിക്കണമെന്നാണ് ആവശ്യം. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, സമരത്തിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു ചർച്ചയുടെ സാധ്യതയുണ്ടോ? ഗോകുൽ, അത്തരമൊരു ആവശ്യമാണ് റേഷൻ വ്യാപാരികൾ നിലവിൽ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ റേഷൻ വ്യാപാരികൾ മുന്നോട്ട് വച്ചിട്ടുകൂടി അതിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് റേഷൻ വിതരണ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പോസ്റ്റ് മെഷീൻ തകരാറുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പോസ്റ്റ് മെഷീൻ തകരാറിലാവുന്നത്, പണിമുടക്കിലാവുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാം കാണുന്നതാണ്. പലപ്പോഴും ഈ ഉപഭോക്താക്കൾ ഈ റേഷൻ കടകളിൽ എത്തുമ്പോൾ ഈ പോസ്റ്റ് മെഷീൻ പണിമുടക്കിയതിനാൽ റേഷൻ സാധനങ്ങൾ ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ മിക്കപ്പോഴും അവിടെ വില്ലനായി മാറുന്നത് റേഷൻ വ്യാപാരികളാണ്. ആ ഒരു പ്രതിസന്ധി അവർ പലതവണ ഈ അധികാരികളുടെ മുന്നിലേക്ക് വെച്ചതാണ്, ഭക്ഷ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചതാണ്. പക്ഷെ അതിൽ കൃത്യമായ ഒരു ഇടപെടൽ ഈ ഭക്ഷ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. നിരന്തരമായി ഇത്തരത്തിൽ പോസ്റ്റ് മെഷീൻ തകരാറിലാകുന്നത് റേഷൻ വിതരണത്തെ വലിയ അളവിൽ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഒരു ദിവസം എക്സ്ട്രാ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം പരിഹരിച്ചത്. കാരണം ഈ നിരന്തരം പോസ്റ്റ് മെഷീൻ തകരാറിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ജനുവരി ഫെബ്രുവരി മാസത്തെ കമ്മീഷൻ റേഷൻ വ്യാപാരികൾക്ക് കൊടുത്തു തീർക്കാത്ത ഒരു സാഹചര്യമുണ്ട്. കൂടാതെ ഈ ട്രാൻസ്പോർട്ടിങ്ങിനായുള്ള പണം അത് ഈ കരാറുകാർക്ക് കൊടുക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതോടുകൂടി ഈ സാധനങ്ങൾ റേഷൻ കടകളിലേക്ക് എത്തിക്കാൻ തൊഴിലാളികൾ തയ്യാറാകാത്ത ഒരു അവസ്ഥ കൂടി നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരന്തരമായ പ്രശ്നങ്ങൾ ഒരു പരിഹാരമില്ലാതെ ഈ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട്, റേഷൻ വ്യാപാരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു, നിലനിൽക്കുന്നു എന്നുള്ളതാണ് റേഷൻ വ്യാപാരി. ശരി അഭിജിത്ത്, ഏതായാലും റേഷൻ മേഖലയിലെ പ്രതിസന്ധികളിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കടകളടച്ച സമരത്തിലേക്ക് പോകും നാളെ മുതൽ എന്നതാണ് റേഷൻ വ്യാപാരികളുടെ മുന്നറിയിപ്പ്.